സാധാരണ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോഴാണ് അമ്മമാര് കല്യാണത്തലേന്ന് അവർക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കുക. പക്ഷേ പെൺകുട്ടികൾക്കല്ല, ആൺകുട്ടികൾക്കാണ് ഉപദേശങ്ങൾ വേണ്ടത്. പെൺകുട്ടികള് വീടിന്റെ അന്തരീക്ഷത്തിൽ ഒട്ടിപ്പിടിച്ച് വളരുന്നവരാ. പറയാതെ തന്നെ കുറേ കാര്യങ്ങൾ അവര് പഠിച്ചെടുക്കും. പക്ഷേ ആൺകുട്ടികൾ അങ്ങനല്ല. വിവാഹം ഒരു കനത്ത മാറ്റം ഉണ്ടാക്കുന്നത് നിങ്ങളിലാ. ഇന്നുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നാളെ മുതൽ ഇല്ലാതാവും. ഇന്നുവരെ ഉണ്ടായിരുന്ന കുറേ പരിഗണനകളുടെ സ്ഥാനം മാറും. അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? ഏയ്, അതൊന്നും അല്ലടാ. എല്ലാ ആൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു പ്രധാന വിഷമം എന്താണെന്നറിയോ? താലി കെട്ടുന്ന നിമിഷം വരെ അവരേറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുക അമ്മയോടാ. അവരെല്ലാ കാര്യത്തിലും അഭിപ്രായം ചോദിക്കുന്നതും അമ്മയോടാ. ആ പരിഗണന മാറിപ്പോകുമെന്നുള്ള പേടി അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ അമ്മ മനസ്സ് തുറന്നു പറയുക, നാളെ നിത്യ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ നിത്യക്കായിരിക്കണം നിന്റെ പരിഗണനകളിൽ ഒന്നാം സ്ഥാനം. അമ്മേ, അത് വേണം മോനെ. ഞാൻ നിന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ മുതൽ അച്ഛനത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇന്ന് ഈ നിമിഷം വരെ സന്തോഷമുള്ളൊരു കുടുംബിനിയായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ നിത്യയുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുമെന്ന് നീ ചിന്തിക്കണ്ട. നീ എത്രമാത്രം നിത്യയെ സ്നേഹിക്കുന്നോ അതാ അമ്മ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. നീ നല്ല ഭർത്താവായിരിക്കും എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു സംശയമില്ല. അവളെ നീ കാത്തോളും. സ്വന്തം ദേഹത്ത് ആൾക്കാർ കൈവച്ചിട്ടും നീ ചിന്തിച്ചത് അവളെക്കുറിച്ചല്ലേ? അതിൽ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അമ്മ പറഞ്ഞതിനൊക്കെ ഞാൻ ശ്രമിക്കാം. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ തിരുത്തി തന്നാ മതി. അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അടുത്തിരിക്കുന്നതൊക്കെ എനിക്കൊരു എനർജിയാ. അമ്മ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ഒരു കുറവും വരുത്താതെ ദൈവം തന്നതാ നിന്നെ. ഇനി അമ്മയ്ക്ക് സന്തോഷിക്കാനുള്ളത് നിന്റെ ജീവിതം കണ്ടിട്ടാ. ചേട്ടാ, എന്റെ അമ്മാവനെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. സുധി, എടാ, എന്റെ അമ്മാവനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു ഹരിയേട്ടാ. എവിടെ വെച്ചാ കണ്ടത്? തെക്കേപ്പാടത്തുകൂടി അമ്മാവൻ നടക്കുന്നത് കണ്ടായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹരിയേട്ടാ? സുധി അമ്മാവനോടൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതൊരു പോക്കായിരുന്നു. അല്ല, നാളെ കല്യാണമല്ലേ? ഞാൻ പോട്ടെ സുധി. എന്തായി കാണിക്കുന്ന? ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? എനിക്കിനി ജീവിക്കണ്ട. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട്? അവിടെ ഇരുന്നേ. അയ്യോ, അവിടെ ഇരിക്കാം മാവ. അബദ്ധം ഒന്നും ചിന്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ അമ്മാവനോട്. ഇനി ഞാൻ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? നാളെ നേരം വിളിക്കുമ്പോ എന്തൊക്കെയും ലോകം അറിയാൻ പോണെ. പിഴച്ച മോളുടെ തന്ന
പറിച്ചെടുത്ത് കളയുന്ന ഒരു കളയുടെ വില പോലും ഇന്ന് എനിക്ക് ഉണ്ടാവുമായിരുന്നില്ല. പകരം അമ്മാവൻ നട്ട് നനച്ചങ്ങ് വളർത്തി നാട്ടുകാരൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുത്തനാക്കി ഒരു ജന്മം എനിക്ക് തന്നു. അപ്പൊ ഞാൻ അതിന്റെ കൂലി തിരിച്ചു തരണ്ടേ? എന്താ നീ പറയുന്നേ? ഒരുപാട് ആലോചിച്ചു. ആരാ ശിക്ഷിക്കപ്പെടേണ്ടത്? വീണു ഒരു പാവ, അവന്റെ കുടുംബവും പാവങ്ങളാ. അവരെ ചതിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷെ അമ്മാവൻ ജീവിക്കണം, വീണയും ജീവിക്കണം, അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ജനിച്ച് ജീവിക്കണം. അതിന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കഥ വേണം. പെങ്ങളെപ്പോലെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നിട്ട് അരുതാത്തത് ഞാൻ ചെയ്തു പോയിന്നൊരു കഥ. എന്ത് ഭ്രാന്താണ് നീ പറയുന്നേ? ഈ ഭ്രാന്തല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. ഇതല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരമില്ല. അമ്മാവൻ പേടിക്കണ്ട. നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തില് വീണയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിക്കോളാം. നോക്കിയ അളവ് നോക്കിയ എന്റെ മോൻ ഒരുപാട് ഉയരത്തില്ല. ഇങ്ങനെ നാളെ ചുമക്കാൻ ഈ അമ്മാവൻ സമ്മതിക്കില്ല മോനെ. അവൻ എവിടെയെങ്കിലും പോയി ചത്തോട്ടെ, ഒടുങ്ങിക്കോട്ടെ. ആശ പിടിച്ചവള്. എന്നിട്ട് ഒരു നേരം സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അമ്മാവന്? ഒരു ദിവസം കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുമോ? പറ. ഇതിപ്പോ ഞാനും അമ്മാവനും ബീനയും മാത്രം അറിയുന്ന രഹസ്യം. അതിപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ആളുകളൊക്കെ കൂവി വിളിച്ചോട്ടെ, അപമാനിച്ചോട്ടെ. പക്ഷെ അതിനേക്കാളും ഒക്കെ അപ്പുറത്താ അമ്മാവനോടുള്ള എന്റെ കടമ. അത് ഞാൻ ചെയ്യും. എന്റെ പൊന്നുപോലെ വിധി ഇങ്ങനെയൊക്കെ ആയിരിക്കും അമ്മാവ. ഇതാ നമ്മുടെ വിധി. കുട്ടികളെയൊന്നും കൊണ്ടുവന്നില്ലേ? മോനെ മോളെ സ്കൂളിലാക്കിയിട്ട് ഞാനിങ്ങോട്ട് വന്നേ. ജ്യൂസ് കഴിച്ചിരുന്നല്ലോ അല്ലേ? നമുക്കിപ്പോ ഇറങ്ങാം. കാര്യങ്ങൾ എന്തെങ്കിലും ഭംഗിയായിട്ട് നടക്കും. ആ രഘു, മേനോൻ ചേട്ടനോ? മേനോൻ ചേട്ടനെ കണ്ടില്ലെന്ന് ഞാനിപ്പോ സുജാതോട് പറഞ്ഞതേ ഉള്ളൂ. അത് താനൊരു വെറും വാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. ആര് പറഞ്ഞു ഭംഗിവാക്കാണെന്ന്? സുജാതേ, നീ വന്നേ. ആ രഘുവേട്ട ഇപ്പൊ വരാം. ദാ വരുന്നേ. ആരൊക്കെയാ ഇത്? രഘുവേട്ടൻ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. അതാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സമ്മതിച്ചു. അല്ല, മോളും മരുമോനും ഒന്നും വന്നില്ലേ? അവര് നേരെ മണ്ഡപത്തിലേക്ക് വരും സുജാതെ. ഞങ്ങള് നേരെ ഇങ്ങ് പോന്നേ ഉള്ളൂ. ശരി, ഇരിക്കൂ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ, വരൂ. ഇരിക്ക്. ഓക്കെ, ശരി. എപ്പോഴാ ഇറങ്ങിയത്? ഏട്ടാ, ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ ടെൻഷനാണോ? എന്റെ ഏട്ടാ, ഈ സമയത്ത് കെട്ടാൻ പോകുന്ന ആണായാലും പെണ്ണായാലും കണ്ണാടിയിൽ നോക്കി ഓരോ മിനുക്ക് പണികളും നടത്തിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നഖവും കടിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും. താഴെ ബന്ധുക്കളൊക്കെ വന്നോ? കൂടുതൽ ആളുകളും മണ്ഡപത്തിലേക്ക് നേരിട്ടല്ലേ വരുന്നേ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. സാറാമ്മയുടെ അടുത്തുണ്ടല്ലേ? കൊള്ളാലോ. അല്ലെങ്കിൽ ഏട്ടന് സാറെ കണ്ണെടുത്താ കണ്ടുകൂടാത്തതാണല്ലോ. പക്ഷെ കല്യാണ ദിവസം സാറ വേണം.
സത്യത്തിൽ ഇതാ റിയൽ ഫ്രണ്ട്ഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകോഴികളെ പോലെ നടന്നിട്ട് ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ഞാൻ സാറെ കണ്ടില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട. നവനെ അച്ഛാ. ആ സോമൻ, ഹലോ. ഹലോ. എടാ നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ സോമൻ ചേട്ടൻ? പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ? സുഖമായിട്ട് പോകുന്നു. ഭംഗിയായിട്ട് പോകുന്നു അല്ലേ? അതെ, ഇത് വൈഫ്. ആ ആ, ആ. എന്നാ സാറേ? സാറ് ഈ സമയമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം നിനക്ക്? സാറയും ശ്രുതിയും അവരുടെ അച്ഛനും കൂടെ ചേർന്ന് കല്യാണം മുടക്കാനുള്ള എന്തോ ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്ന്. கல்யாணம் முடக்கான சார் பயப்படாதீங்க சார். அந்த கல்யாண மண்டபத்தோட பரிசரத்து யாராவது வந்தா அவரை கால் நான் தள்ளி ஓடிக்கும். അതിനുള്ള ആൾക്കാർ നമ്മ കൂടെ ഇരിക്കും. എനിക്ക് പേടിയുണ്ടടാ ശരവണ. സാറേ, നിത്യ മേഡത്തെ സാർ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ சொன்னேன், எனக்கு உயிர் இருந்தா നിങ്ങളുടെ കല്യാണം നടക്കും. അതെപ്പറ്റി കവല വേണ്ട സാർ. മണ്ഡപത്തിൽ അതിന് ചുറ്റുമൊക്കെ നിന്റെ ശ്രദ്ധ ഉണ്ടാവണം. എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റിയെന്നൊന്നും വരില്ല. വിടുങ്ക സാർ, അതെല്ലാം ഞാൻ പാത്തുக்கிறேன். ആ മോനെ ജീവ, നമുക്ക് ഇറങ്ങാനുള്ള സമയമായി. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? ടെൻഷൻ ഇരിക്കും സാർ, മാരേജ് താനേ, അത് ഇരുന്നാ താ ഒരു രസം. സുജാതെ, നമുക്ക് ഇറങ്ങാൻ നേരെ കേട്ടോ. നീ ഇതിവിടെ എന്തെടുക്കൂടാ? കുറച്ച് കഴിയുമ്പോ ഞാൻ താലി കെട്ടണ്ടല്ലേ അമ്മേ? ഞാൻ എന്റെ പെണ്ണിനെ കണ്ടോണ്ടിരിക്കായിരുന്നു. മിണ്ടാണ്ടിരിക്കടാ. മണ്ഡപത്തിൽ എത്തുന്നതിന് മുമ്പ് നിന്റെ വായിന്ന് ഇവിടെ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ, പിന്നെ വിചാരിച്ച ഒരു കാര്യം നടക്കാൻ പോണില്ല. വേഗം പോയ ഇവിടുന്ന്. അമ്മേ, മണ്ഡപത്തിലെത്തുമ്പോ അയാള് നമ്മളെ പറ്റിക്കോ? എന്നാലേ അവൻ വിവരം അറിയും. എന്നാലേ അവൻ വിവരം അറിയും ഈ വിമൽ കുമാർ ആരാണെന്ന്. നളിനി, നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. ശിവാനന്ദനും കുടുംബം എന്നോടും മോളോടും കാണിച്ചറിയാലോ. മനസ്സുകൊണ്ട് നീ അവരുടെ കൂടെ ആണെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിക്കോ. എന്നാ പിന്നെ ഇന്നലെ അവര് പോയപ്പം എനിക്ക് അവരുടെ കൂടെ ഇറങ്ങി പോയാ പോരായിരുന്നു. ഏട്ടന്റെ കുഴപ്പം ഇതാ, ചങ്ക് പറിച്ചു കാണിച്ചാലും വിശ്വസിക്കൂല. നളിനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, കൂടെ നിക്കാന്ന് പറഞ്ഞ ചത്താരും കൂടെ നിൽക്കും. ചത്താരും കൂടെ നിൽക്കും. നോക്കി കാണിച്ചു. നേരത്തെ എത്തിയല്ലോ അല്ലേ? അതെ അതെ. ശരി. ശരി. മാധവട്ടനെന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞ്? അകത്തേക്ക് ഇരിക്കായിരുന്നല്ലോ. അല്പം കാറ്റ് കൊണ്ടിട്ട് നിൽക്കാന്ന് വിചാരിച്ചു. അല്ല, ഇറങ്ങാറായോ? ഇപ്പൊ ഇറങ്ങാം. എന്നാലും ശിവാനന്ദൻ കാണിച്ച അല്പം ക്രൂരതയായിപ്പോയി. അതൊന്നും നീ ഓർമ്മിപ്പിക്കണ്ട. കാലത്തിന് ശേഷം അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കുറച്ചധികം സന്തോഷിച്ചു പോയി. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. സദാനന്ദ വേണ്ട, ഞാനിപ്പോ വരാം.
എന്താ ഇന്നലെ കാണിച്ചു കൂട്ടിയ മതിയായില്ലേ നിനക്ക്? ഇനി എന്തെങ്കിലും മുടക്കം ഉണ്ടാക്കാനുണ്ടോ? ഞാനിപ്പോൾ എത്ര പറഞ്ഞാലും ഏട്ടന് കാര്യങ്ങൾ മനസ്സിലാവില്ല. പക്ഷെ അത് മനസ്സിലാക്കുമ്പോൾ ഏട്ടന് വേദനിക്കും. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ. ഈ വിവാഹം മുടക്കാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ശ്രമിക്കും. ഞാൻ ക്ഷണിച്ചു വരുത്തിയ കുറെ ആളുകളോട് ഇരിപ്പുണ്ട്. എല്ലായിരുന്നെങ്കിൽ ഈ വയ്യാത്ത കൈ നിന്റെ മുഖത്ത് വീണേനെ. ചെറിച്ചും കല്യാണത്തിന് വരുന്നില്ലേ? എല്ലാവരും കൂട്ടി വരണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എനിക്ക് മണ്ഡപത്തിലേക്ക് കയറണം. ചെറിയച്ചനോട് ക്ഷമിക്കുമോളെ. ഈ കല്യാണത്തിന് വേണ്ടി നിന്നെ അനുഗ്രഹിക്കാൻ എനിക്ക് പറ്റില്ല മോളെ. ചെറിയച്ചനോട് വരാൻ അച്ഛൻ പറഞ്ഞില്ലേ? ചെറിയച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ കല്യാണം മുടക്കാൻ. ഭ്രാന്തല്ല അവർക്കും. ആ, നമുക്കിറങ്ങാം മോളെ. ഇവരൊക്കെ തോൽപ്പിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നിന്റെ അമ്മയുടെ ആത്മാവും. അത് മതി നമുക്ക്. പെണ്ണിന്റെ വീട്ടുകാരാണല്ലോ വരുന്നത്. ഇതെന്താ ഈ നേരത്ത്? മോനെ വേണോ, ഒന്നിങ്ങ് വന്നേ. ഹരി, എന്തു പറ്റി? ഞാൻ കരുതി നിങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിക്കാണോന്ന്. അമ്മാവ പറയ. അല്ല, ഇപ്പോൾ ഈ നേരത്തെ ഇങ്ങനെ ഒന്ന് പറയേണ്ടി വന്നതിൽ എനിക്കതിയായ വിഷമമുണ്ട്. ഈ വിവാഹം നടക്കില്ല. നടക്കില്ലെന്നോ? എന്ത് തോന്നിയ ദിവസം നിങ്ങളെ വിളിച്ചു പറയുന്നേ? കാരണം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഒരുപാട് ഒരുപാട് മാപ്പ്. അല്ല, ഇത് എന്തിടപാടാ? കല്യാണത്തിന്റെ മുഹൂർത്തത്തിന്റെ മുമ്പ് കല്യാണം മുടക്കുകയും വേണം. കാരണം പറയാനും പറ്റില്ലേ? കാരണം പറഞ്ഞിട്ട് പോയാ മതി. മോനെ ഹരി, എന്താടാ കാര്യം? വേണ്ടമ്മേ, കാരണം അവനോട് ചോദിക്കണ്ട. അവൻ തന്നെയാ കാരണം. എടാ വേണോ? കൂട്ടുകാരനായിട്ടല്ല, കൂടപ്പിറപ്പായിട്ടാണ് നിന്റെ കൂടെ നടന്നതും ഇതുവരെ ജീവിച്ചതും. നിനക്കെന്തിനായിരുന്നടാ എന്നോട് ഇത്ര വൈരാഗ്യം? എത്ര തവണ ഞാൻ നിന്നോട് ചോദിച്ചു ഈ വിവാഹം മുടക്കാൻ നടക്കുന്ന എന്തിനായിരുന്നു? അന്നൊക്കെ നിന്റെ അമ്മാവന് പോലും അത് മനസ്സിലായി കാണില്ല. പക്ഷേ ഇപ്പൊ ഈ മനുഷ്യനെ കൂടെ നീ കൂട്ടുപിടിച്ചു. കൃഷി ഇറക്കുന്നതും തിന്നാൻ കൊടുക്കുന്നതൊക്കെ നീയാണല്ലോ. അപ്പോ പിന്നെ ഇങ്ങേര് നിന്നെ അനുസരിച്ചല്ലേ പറ്റൂ. വേണു, വേണു, കാര്യം എന്താണെന്ന് വെച്ചാ അമ്മാവാ. രാമേഷേട്ടാ, വളരെ നിസാരമായിട്ട് നിങ്ങളീ വന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിന്റെ മോനെയും ഞങ്ങളുടെ കുടുംബത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഈ വിളിച്ചുകൂട്ടി നിർത്തിയവരോട് സമാധാനം പറയണ്ടേ? എന്താ യോഗ്യതയാ എന്റെ മോനിൽ നിങ്ങൾ കണ്ടത്? പറയണോ?